ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ളൊരു അമ്മയാണ്. അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളായിട്ട് വളർന്ന് വലുതായവരാണ്. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്ന് അതിനുശേഷം കൊച്ചു കുഞ്ഞായി അതിനുശേഷം പല കാലഘട്ടത്തിലൂടെ കടന്ന് ഇങ്ങനെയൊക്കെ പ്രായങ്ങളിലേക്ക് എത്തി, പല പ്രായങ്ങളിലേക്ക് എത്തി. കുറേ പേര് ജീവിച്ചിരിക്കുന്നു, കുറേ പേര് മരിച്ചുപോയി. എനിവേ, ഞാൻ ഈ പറഞ്ഞെന്ന കാര്യത്തിൻ്റെ അകത്ത് എല്ലാത്തിനും ശൈശവം എന്നുള്ളൊരു കാര്യത്തിനെ വളരെയധികം ക്യൂട്ടായിട്ട് കാണുകയാണ് നമ്മളെല്ലാവരും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു കുഞ്ഞ്, നമ്മളിപ്പോൾ നമ്മുടെ ഇമോഷൻസ്, ഹ്യൂമൻ ഇമോഷൻസ്, നമുക്ക് വിഷമം വരുമ്പോൾ, നമ്മൾ സങ്കടം വരുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ ഒതുക്കും, ചിലപ്പോൾ കരയും, മറ്റുള്ള ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടും, പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഒരു കുട്ടി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആ കൊച്ചു കുഞ്ഞിൻ്റെ ഏറ്റവും നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഇമോഷൻസ് പുറത്ത് കാണിക്കുമ്പോൾ നമ്മളത് കണ്ട് ചിരിക്കും. ഒരു കുട്ടി നമ്മൾ എന്തെങ്കിലും കാര്യം കാണിക്കുമ്പം നമ്മൾ അതിൻ്റെ വിഷമം കൊണ്ടത് കരയുമ്പോൾ നമ്മളതിന് ക്യാമറയിൽ വീഡിയോ എടുത്തിട്ട് അതിനെ പബ്ലിഷ് ചെയ്തിട്ട് എൻ്റെ മോൻ കരയുന്നത് കണ്ടോ, എൻ്റെ മോള് കരയുന്നത് കണ്ടില്ലേ, എന്ത് രസം എൻ്റെ മോളുടെ കരച്ചിൽ, എന്ത് രസം എൻ്റെ മോൻ്റെ കരച്ചിൽ എന്ന് പറഞ്ഞിട്ട് ഇന്ന് സോഷ്യൽ മീഡിയക്കകത്ത് കോണ്ടന്റ് വരെ കൊച്ചു കുട്ടികളാകുമ്പോൾ ഈ കുട്ടി നാളെ വളരേണ്ടതാണ്, ഈ കുട്ടി ഒരു വ്യക്തിയാവേണ്ടതാണ്, ഈ കുട്ടി സമൂഹമായിട്ട് സോഷ്യലൈസ് ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഇന്ന് ആ കുട്ടിയെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അതിൻ്റെ ബലഹീനതകളും അതിൻ്റെ ഏറ്റവും അതിൻ്റെ അതിവൈകാരികവും വൈകാരികവുമായിട്ടുള്ള തലങ്ങളും എടുത്ത് തുറന്ന് കാണിക്കുമ്പോൾ, അതിൻ്റെ നിലവാരവും എടുത്ത് കാണിക്കുമ്പോൾ, നാളെ ആ കുട്ടി ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ എത്ര പേരുടെ മുമ്പിലാണ് അത് അപമാനിക്കപ്പെടുക. ഒരു കുഞ്ഞ് ജനിച്ച് തുടങ്ങുന്ന സമയം മുതൽ തന്നെ അത് മറ്റൊരു വ്യക്തിയാണ്. അതിന് ഫ്യൂച്ചറിൽ ആ വ്യക്തിത്വം രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കുറച്ച് കാര്യങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കേണ്ടതല്ലേ. വിശദവും വ്യക്തവുമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്ന് ജസ്റ്റ് രാവിലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എൻ്റെ കുഞ്ഞിനോടാ, എൻ്റെ കുട്ടി, എനിക്ക് എങ്ങനെ വേണമെന്ന് ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല. ബട്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, കണ്ടു നോക്കും. ഡിയർ പേരൻസ്, ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ്, അവർ കരയുന്നത്, അവർ ടാൻട്രംസ് കാണിക്കുന്നത്, മെൽഡൗൺസ് ഉണ്ടാവുന്നത്, ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത്. ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ളൊരു അമ്മയാണ്. അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റണില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട്. അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതിൽ ഇന്നും ഈ മൊമെൻറ്റിൽ ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, സ്കൂളിൽ പോകാൻ മടിയാണല്ലേ, കരയണത് കണ്ടല്ലോ എന്ന് അവളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പം കുഞ്ഞ് വിചാരിക്കുകയാണ്, ഇതെൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു കാര്യമാണല്ലോ, ഇതെങ്ങനെയാണ് ഈ ലോകം മുഴുവൻ അറിഞ്ഞത് എന്നുള്ളത് അവളിങ്ങനെ അന്തം വിട്ട് എന്നെ നോക്കിയൊരു സമയമുണ്ട്. ആ മൊമെൻറ്റിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഹാവ് ഡൺ എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ അതിൽ പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാറുണ്ട്. അപ്പം ഇന്നും അതുപോലെയുള്ളൊരു വീഡിയോ കണ്ടു. ഐ ഫെൽറ്റ് റിയലി സാഡ്. ഒരു കുട്ടിയുടെ ഈ വീഡിയോ ഞാൻ കണ്ടു, അത് ഞാനും പറഞ്ഞുതരാം. ആ വീഡിയോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഉണ്ടെങ്കിലും ഞാൻ അത് പ്രദർശിപ്പിക്കത്തില്ല, പറയാം. ഒരു മെൽഡൗണിൻ്റെ ഒരു പോയിന്റ്, അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ അത്തരം മൊമെൻറ്റ്സ് നമ്മൾ ഇൻ്റർനെറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഓർക്കണം. ആ ഒരു ബിഗ് ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവരങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ആ സമയത്ത് ക്യാമറ എടുക്കാതെ അവരുടെ കൂടെ ആ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇത് ഭയങ്കരമായിട്ട് പാരൻസ് ഉണ്ടെങ്കിൽ, അഥവാ ഇനി അടുത്ത ഫ്യൂച്ചറിൽ നിങ്ങൾ പാർട്ണറായി നിങ്ങൾ കുട്ടികൾക്ക് ജന്മം നൽകാൻ ഉദ്ദേശമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളിത് മനസ്സ് സൂക്ഷിക്കേണ്ട വാക്കുകളാണ്. അശ്വതി ശ്രീകാന്തിന് ഒരു ആങ്കറായിട്ടും മറ്റ് പലതരത്തിലുള്ള ചില സ്ഥലങ്ങളിലേക്ക് അഭിപ്രായം പറയുന്നത്, ഇപ്പോൾ റീസെൻ്റായിട്ട് പല സ്ഥലങ്ങളിൽ കോൺട്രവേഴ്സി വന്നിട്ടുള്ളതല്ല, കുട്ടികളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാലാണ്. ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് നോക്കാം, ഒരു പേളിമാണിയുണ്ട്. പേളിമാണിയുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ നമുക്ക് നന്നായിട്ടറിയാം. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കുട്ടികളെ മെയിനായിട്ടൊരു ഫോക്കസ് ചെയ്ത് ആ ഒരു കുട്ടികൾ എന്നുള്ളൊരു സംഭവം കോണ്ടന്റാക്കി മാറുന്ന കുറേ ഇത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. പേളിമാണി മൊത്തത്തിൽ അത് ചെയ്യുന്നല്ല, ആ കുട്ടികളെ എല്ലാവർക്കും അറിയാം. അതായത് പേളിമാണിയുടെ 2 കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതിൻ്റെ കാരണം പേളിമാണിയാണ്. പേളിമാണിയുടെ ഫാമിലിയാണ്. അവരാണ് ആ കുട്ടികളെ പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിച്ചത്. മറ്റ് പല ആൾക്കാരുടെയും കുടുംബത്തിൻ്റെ അകത്തുള്ള കുട്ടികളെക്കുറിച്ച് അറിയുന്നതും അവർ കാരണം തന്നെയാണ്. എൻ്റെ 2 കുട്ടികളുണ്ട്. ഈ 2 കുട്ടികൾ അറിയാത്തതിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. അത് മനഃപൂർവ്വമാണ് എന്നുള്ളതാണ് സത്യം. കാരണം എൻ്റെ കുട്ടികളും മറ്റുള്ള കുട്ടികളെ പോലെ തന്നെയാണ്, അവരുടെയും കുട്ടികൾ നമ്മുടെ കുട്ടികളൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അവരും വേറെ കുറേ കാര്യങ്ങൾ കമ്പാരിസൺ ഉണ്ടാകും. ബട്ട് അവരെന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യം. ഇവിടെ പറഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞ വീഡിയോ, ഈ പുള്ളിക്കാരത്തി പറയുന്ന വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് താഴെ ഇവരുടെ കമൻറ്റും ഞാൻ കണ്ടായിരുന്നു. ആ വീഡിയോ എന്തെന്നറിയാമോ, ഒരു കുട്ടിയോട് കൈ തട്ടു എന്നെന്തോ പറയുന്നു.
എന്തോ അതായത് കുട്ടി വിഷമിച്ചിരുന്നതിന് ശേഷം അമ്മ എന്താണ് കമ്പനി ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഇതും പഠിക്കില്ല, ഒന്നും പഠിക്കത്തില്ല, ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു അങ്ങ് ഏങ്ങി കരയാണ്. അത് വിങ്ങി പൊട്ടുക എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. അത് ഏങ്ങി കരയും, ഇങ്ങനെ കരയുന്ന കുട്ടിയുടെ അടുത്ത് ക്യാമറയും വെച്ചുകൊണ്ട് അമ്മ നിൽക്കുകയാണ്. എന്നിട്ട് അത് വീണ്ടും അത് ഭയങ്കരമായിട്ട് കരഞ്ഞ് തളർന്ന് നിൽക്കുക. എന്തൊക്കെയോ പറയുന്നു, ഞാൻ ഇനി അത് ചെയ്യത്തില്ല, ഞാൻ ഇത് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടി വാശി പിടിച്ച് വിഷമിച്ച് അങ്ങ് തകർന്ന് നിൽക്കുകയാണ്. ഒരാൾ ഏറ്റവും തകർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ സംസാരിക്കുന്ന ആ ഒരു ദയനീയമായ അവസ്ഥയിലാണ് കുട്ടി സംസാരിക്കുന്നത്. എന്നിട്ടും ആ അമ്മ ഏതാണ്ട് 1 മിനിറ്റോളം ആ ഒരു ക്യാമറയും വെച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ആ കമൻറ്റ് ബോക്സിൽ ആദ്യം ഞാൻ കണ്ടത് ഈ പുള്ളിക്കാരത്തിയുടെ കമൻറ്റാണ്. പുള്ളിക്കാരത്തിയുടെ കമൻറ്റ് ഈ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയാണ് ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു: അത് നിങ്ങൾ ഇത് പബ്ലിക്കിലേക്ക് കാണിക്കരുത്, കാരണം നാളെ ആ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ ഇത് മറ്റുള്ള കുട്ടികൾ ഈ കുട്ടിയെ അപമാനിക്കാനും കളിയാക്കാനുള്ള കാരണമായിട്ട് മാറിയേക്കാം. അതിനവർ മറുപടി കൊടുത്തോന്ന് എനിക്കറിയാം. ഒരുപാട് കമൻറ്റ് അതിൻ്റെ താഴെയും വേറെയും കിടക്കുന്നുണ്ട്. അതിനകത്ത് അവർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ പാരൻസിനെ അഥവാ ഈ അച്ഛനമ്മമാരെ കൊണ്ടുവന്ന് കൗൺസിലിംഗ് കൊടുക്കണം. കാരണം ഒരു കുട്ടിയെ ഇത്രയും വേദനിച്ച് കരയുന്ന കുട്ടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഡിസ്റ്റ് മെൻറ്റാലിറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അവർ അതിന് ശേഷവും അവരുടെ വീഡിയോസ് ജസ്റ്റ് ഞാൻ അതിനകത്ത് കയറി വീണ്ടും നോക്കിയപ്പോഴേക്കും നിറയെ വീഡിയോസ് ആ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഇട്ടേക്കുന്നു. അതായത് കുട്ടികളുടെ വീഡിയോ ഇട്ടാൽ അത് കൂടുതൽ ആൾക്കാർ കാണും, കുട്ടികളുടെ ക്യൂട്ട്നെസ് കണ്ടാൽ, കുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ വീണിട്ട് നൊന്ത് കരയുമ്പോൾ അതൊക്കെ കണ്ട് ആനന്ദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലേക്ക് ഈ സാധനം ഇട്ടുകൊണ്ടേ അവർ ഇന്നും ഇരിക്കുകയാണ്. ഇതുപോലെ 100 കണക്കിന് ആൾക്കാരുണ്ടാവാം. പലർക്കും ഇത് പറയുമ്പോൾ പരിഭവം തോന്നിയേക്കാം. ഞാൻ എങ്കിലും ഒരു കാര്യം പറയട്ടെ. കുറച്ച് നാളിന് മുമ്പാണ് വിനീത് ശ്രീനിവാസൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുന്നത്. അത് എൻ്റെ ലൈഫിൽ കുറേ അധികം മാറ്റം ഉണ്ടാക്കി. പുള്ളിക്കാരൻ ഇപ്പോഴൊന്നുമല്ല, കുറച്ച് നാളിന് മുമ്പ് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതിനകത്ത് പുള്ളി പറഞ്ഞൊരു കാര്യം എൻ്റെ ലൈഫിലേക്ക് ഞാൻ അടുത്ത ഒരാളാണ്. അതായത് നമ്മൾ കുട്ടിയെ എടുത്ത് പെട്ടെന്നൊരു ദേഷ്യം കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ നിന്നിട്ട്, അതായത് എൻ്റെ കുട്ടി ഇത്രയേ ഉള്ളൂ, കുഞ്ഞു കുട്ടിയല്ലേ, ആ 4 വയസ്സും ഇപ്പം 11 വയസ്സ് 2 മക്കളാണ് എനിക്കുള്ളത്. അപ്പം ഇവരോട് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഇങ്ങനെ കാണിച്ചെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഉയരം ഈ ഉയരമാണ്, ഇത്രയും ഉയരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇത്ര ഉള്ളൊരു കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ കുട്ടി ഇങ്ങനെയാണ് നോക്കുന്നത്, അങ്ങ് ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് നമ്മളിങ്ങനെ പറയുമ്പോഴേക്കും ഭീമാകാരമായ രൂപയുള്ള ഒരാൾ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ, ആ കുട്ടിയുടെ കണ്ണിലേക്ക് അങ്ങനെ വരുള്ളൂ. പുള്ളി അന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ എടുത്തതെന്ന് വെച്ചാലും, സംസാരിക്കുമ്പോൾ എന്ത് കാര്യം പറയുമ്പോഴും അവനോടൊപ്പം അവൻ്റെ പൊക്കത്തിൽ നിന്ന് സംസാരിക്കുക. അവൻ്റെ പൊക്കം നമ്മൾ ഒരു ചേറിലിരുന്ന് കഴിഞ്ഞാൽ അവനൊപ്പം ആവുമെങ്കിൽ അങ്ങനെ. താഴെയുള്ള കുട്ടി അഥവാ എൻ്റെ 4 വയസ്സുകാരനായിട്ടുള്ള എൻ്റെ അവനീശ്വറിൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മുട്ടുകുത്തിയിരുന്ന് അവൻ്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞ് മുട്ടുകുത്തിയിരുന്ന് സംസാരിക്കുക. അവരെ നിർത്തിക്കൊണ്ട് സംസാരിക്കുക. എന്നിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ച് സംസാരിക്കാൻ തുടങ്ങും. ദേഷ്യമാണെങ്കിൽ പോലും അങ്ങനെ ഒന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന ഓൺ ദ സ്പോട്ട് ദേഷ്യം മാറും. അപ്പോൾ പിന്നെ ചോദിക്കുക, എന്താ പൊന്നെ പറ മക്കൾ പറ എന്ന് പറയുമ്പം ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കും. അവൻ്റെ സമമായിട്ട് നമ്മൾ മാറണം. കാരണം നമ്മൾ വലുതും അവൻ ചെറുതുമായിട്ട് മാറുന്ന രീതിയിൽ അവരോട് ദേഷ്യവും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കുട്ടിയോട് ദേഷ്യവും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ഇതായിരിക്കും. അതന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞൊരു കാര്യം എൻ്റെ ലൈഫിലേക്ക് എടുത്ത ഒരാളാണ് ഞാൻ. പിന്നെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും, പല ഈ സെലിബ്രിറ്റീസിനെ നമുക്കറിയാം. എന്തുകൊണ്ട് ഇവരുടെ ആരുടെ കുഞ്ഞുങ്ങൾ അവരുടെ അടുത്ത് കാണിക്കുന്നില്ല, അധികം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നില്ല? ഉദാഹരണത്തിന് നമ്മുടെ അപ്പു സാറ്, മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ നമ്മളെ പ്രിയപ്പെട്ട അപ്പു അല്ലേ, അതോടൊപ്പം തന്നെ മായ ലാലേട്ടൻ്റെ മകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ പൃഥ്വിരാജ്, ഇങ്ങനെ പല ആൾക്കാരുടെയും അവരുടെ മക്കൾ എവിടെയാണ്, അവരും വളരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവരെ പബ്ലിക്കിൻ്റെ മുമ്പിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ പ്രൈവറ്റ് സ്പേസ് അവരെ ഒരിക്കലും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് നടൻ സൂര്യ, ജ്യോതിക, അവരുടെ ദമ്പതികളുടെ മക്കൾ, ഇങ്ങനെ പലതും എന്തുകൊണ്ട് അവർക്ക് കാണിച്ചുകൂടാ? അവരെ കാണിച്ച ലോകം സെലിബ്രേറ്റ് ചെയ്യും. ബട്ട് എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ആ കുട്ടികളെ അങ്ങനെ കണ്ട് അതിൽ വെച്ചില്ല ആരും കമൻറ്റ് ചെയ്യുകയോ ജഡ്ജ് ചെയ്യുകയോ ഒന്നും വേണ്ട. അവർ വളർന്നിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ എന്നുള്ളതാണ്. ആ തീരുമാനമല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ തീരുമാനം. അശ്വതി ശ്രീകാന്ത് ഇവിടെ പറയുന്നൊരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കോണ്ടന്റ് ആക്കുമ്പോൾ ഓക്കെ, ചില നർമ്മ മുഹൂർത്തങ്ങളും ചില നല്ല മൊമെൻറ്റുകളൊക്കെ പങ്കുവയ്ക്കുന്നതിനപ്പുറം ആ കുട്ടിയുടെ വൈകാരികമായിട്ടുള്ള ചില വീഴ്ചകൾ നമ്മൾ അതിനെ എടുത്ത് പബ്ലിക്കാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ കുട്ടി ഇന്നല്ലെങ്കിൽ നാളെ അപമാനിക്കപ്പെടും, കളിയാക്കപ്പെടും. സോ അതുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് നോക്കാനും ജഡ്ജ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ കുട്ടിയെ ഇട്ട് കൊടുക്കണോ വേണ്ടയോ? ആ കുട്ടി നാളെ ഒരു വ്യക്തിയാകുന്ന സമയത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ എല്ലാവരും നോക്കുന്നത്, അതിന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് താല്പര്യം ഉണ്ടാവത്തില്ല, അതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണം താല്പര്യം ഉണ്ടാവത്തില്ല, അതിന് പബ്ലിക്കിൻ്റെ മുമ്പിൽ അറിയപ്പെടണമെന്ന് പോലും താല്പര്യം ഉണ്ടാവത്തില്ല. സ്വകാര്യ ജീവിതങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ആവാം. ഇനിയുള്ള തലമുറയൊക്കെ അങ്ങനെ ആയിരിക്കും. എല്ലാം തുറന്ന് കാണിക്കുന്നവരൊന്നും കാണത്തില്ല. അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ കുട്ടി ഇന്നേ സോഷ്യൽ മീഡിയക്കകത്ത് ഇട്ട് കൊടുത്ത് ആ കുട്ടിയുടെ ലൈഫിനെ അങ്ങനെ റൂയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാനും അടങ്ങുന്ന സമൂഹം തീരുമാനിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 1-2 ഫോട്ടോയോ വീഡിയോസോ പോസ്റ്റ് ചെയ്യും പോലെയല്ല, ഇത് തന്നെ നിരന്തരം ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അവരോടാണ്. ഇതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് ഇതിനകത്ത് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ തന്നെ സൈക്കോളജിക്കലി ചിൽഡ്രൻ ഹു ഗ്രോ അപ്പ് സീയിങ് ദെയർ ഇൻറ്റിമേറ്റ് ഓർ എംബ്രേസിങ് മൊമെൻറ്റ് ഓൺലൈൻ മേ ഡെവലപ്പ് ഷെയിം
ഇൻസെക്യൂരിറ്റി ഓർ ബോഡി ഇമേജ് ഇഷ്യൂസ് ലേറ്റർ ഇൻ ലൈഫ്. കണ്ടോ മനസ്സിലായി, ഇൻസെക്യൂരിറ്റി കുട്ടിക്കുണ്ടാക്കും, അവർക്ക് ഷെയിം, അവരോട് തന്നെ ഒരു നാണക്കേടൊക്കെ തോന്നും. അതുപോലെ തന്നെ അവർക്ക് മൊത്തത്തിൽ അവരെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എന്നെ ഇങ്ങനെയാണല്ലോ, ഞാൻ എൻ്റെ അമ്മ കാണിച്ചു കൊടുത്തു, അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇതൊക്കെ ആയിരിക്കുമല്ലോ ചിന്തിക്കുക. ഒരിക്കലും ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള യൂട്യൂബിലുള്ള ചേട്ടൻ, അത് സമ്മറേട്ടനാണ് പുള്ളിക്കാരൻ. ഇതുപോലെ ഞാനൊരു വീഡിയോ അല്ല, എൻ്റെ അവനുൻ്റെ ഒരു ഫോട്ടോ, ഞങ്ങൾ 3 പേരും കൂടെ കുളിക്കുന്നത്, പുറത്ത് പുല്ലിൽ നിന്ന് കുളിക്കുന്ന സമയത്ത് ഫോട്ടോ ഇട്ടു. അപ്പോൾ ഇവൻ്റെ എന്ന് വെച്ചാൽ അവൻ കുഞ്ഞല്ലേ, അപ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സില്ല അവൻ്റെ ശരീരത്തിൽ. അപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് ശരീരത്തെ അത് മാറ്റണം, കാരണം അത് കൊച്ചുകുട്ടിയാണ്, അവൻ നാളെ വളരേണ്ടതാണ്. പുള്ളി പറഞ്ഞ് ഓൺ ദ സ്പോട്ട് മാറ്റി. അതിനുശേഷം ഇന്നേ വരെ ഞാൻ ആ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തിട്ടില്ല. സോ നമ്മളെല്ലാവരും നിന്ന് പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന സമയത്ത് അവർക്ക് സമൂഹത്തിൻ്റെ ഇടയിൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത് നമ്മൾ കാരണം. അത്രയേ ഉള്ളൂ. എൻ്റെ മോൾ പറയും ഔട്ട്സൈഡേഴ്സിന് അത് തമാശയാണ്, ബട്ട് അത് നമ്മുടെ സേഫ് സോണിൽ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് പാരൻസിന് മനസ്സിലാക്കാൻ. നോബഡി എൽസ് വിൽ അണ്ടർസ്റ്റാൻഡ് ആക്ച്വലി വാട്ട് വി ആർ ഗോയിങ് ത്രൂ എന്ന്. അതായത് ഈ കുട്ടികൾ പറയുന്ന ആരോടാ? അച്ഛനമ്മമാരോട്. അച്ഛനമ്മമാരോട് പറഞ്ഞാൽ എന്തിനാ? അച്ഛനമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, കാരണം അവരാണ് നമ്മളെ വളർത്തുന്നത്, നമ്മളെല്ലാ കാര്യങ്ങളും കാണുന്നത്, നിയന്ത്രിക്കുന്നത്, നമ്മുടെ കൂടെ ഉള്ളത് അവരാണ്, നമ്മൾ രാത്രി കെട്ടിപ്പിടിച്ചുറങ്ങുന്നത് അവരാണുള്ളത്. പക്ഷേ അതേ അച്ഛനമ്മമാർ ഇത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അവർ നമ്മളോട് പറഞ്ഞ രഹസ്യം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് മൊത്തം തുറന്ന് കാണിക്കുമ്പോൾ അവസ്ഥ എന്താ? ആ കുട്ടിയുടെ നമ്മളോടുള്ള ഒരു ബഹുമാനം, നമ്മളോടുള്ള വിശ്വാസ്യതയൊക്കെ തകർന്നില്ലേ? ആ ട്രസ്റ്റ് തന്നെ നഷ്ടപ്പെടുകയല്ലേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കൊണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക്, അച്ഛൻ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ആക്കും, കാരണം അവരുടെ ഒരു കോണ്ടന്റ് മാത്രം ആകുന്നു എന്നുള്ളത് ചിന്തിക്കണം. സോ പ്രസവം മുതൽ പിന്നെ അങ്ങോട്ടുള്ള വളർച്ചയടക്കം എല്ലാ കാര്യങ്ങളും കോണ്ടന്റ് ആകുന്ന സോഷ്യൽ മീഡിയ കുട്ടികളെ പോലും പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് മാറിയിട്ടുണ്ട്. സോ അതൊക്കെ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ഫ്യൂച്ചറിനെ എത്രമാത്രം ബാധിക്കുമെന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത മൂഢന്മാരും മൂഢത്തികളും കുറേ നമ്മുടെ ഇടയിലുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ബൈ.